കൊട്ടാരത്തിലേക്ക് ഒരു പയ്യൻ അവന്റെ വേഷം മാറി പഴ കച്ചവടക്കാരന്റെ വേഷം കെട്ടി വന്നു. കയ്യിൽ നിറയെ ആപ്പിളുകൾ. പക്ഷെ അത് സാധാ ആപ്പിളുകളല്ല. കൊട്ടാരത്തിന്റെ പുറത്തേക്ക് ഒരു വയസ്സായ ദാസി വന്നു. അമ്മച്ചിക്ക് വിശന്നപ്പോൾ ഒരു ആപ്പിൾ വാങ്ങാൻ തീരുമാനിച്ചു. അവൻ ഒരു ആപ്പിൾ അമ്മച്ചിക്ക് എടുത്തു കൊടുത്തു കഴിക്കാനായിട്ട്. അമ്മച്ചി അത് എടുത്ത് തിന്നപ്പോൾ ചെറുപ്പക്കാരിയായി മാറി. അത് അറിയിക്കാൻ വേണ്ടി രാജകുമാരിയുടെ അടുത്തേക്ക് പോയി. ആപ്പിളും കൊണ്ടാണ് പോയത്. ഇത് കണ്ട് ഞെട്ടിയ രാജകുമാരി ഈ ആപ്പിളുകൾ എനിക്കും വേണമെന്ന് പറഞ്ഞു. രാജകുമാരി ആർത്തിയോടെ എല്ലാം വാങ്ങി തിന്നാൻ തുടങ്ങി. പെട്ടെന്ന് രാജകുമാരിയുടെ തലയിൽ നിന്ന് വലിയ 2 കൊമ്പുകളും മുളച്ചു. കൊട്ടാരത്തിലെ ആളുകൾ പല കഥകളും പറഞ്ഞുണ്ടാക്കി. രാജാവ് പേടിച്ച് അടുത്തുണ്ടായിരുന്ന ഒരു ഗൈനക്കോളജിസ്റ്റിനെ വിളിച്ചു. പക്ഷെ ഒരാൾക്കും കാരണം പിടികിട്ടിയില്ല. അപ്പോഴാണ് ഒരു പുതിയ ഡോക്ടർ കൊട്ടാരത്തിലേക്ക് വന്നത്. മുഖത്തെ ഭാവം മാറി ഇതങ്ങ് കണ്ടപ്പോ കയ്യിലൊരു മരുന്നുണ്ട്. പക്ഷെ അത് ആ ആപ്പിൾ വിറ്റ പയ്യൻ തന്നെയായിരുന്നു. പക്ഷെ ഇപ്പൊ ഡോക്ടറിന്റെ വേഷത്തിലും എല്ലാം പരിശോധിച്ചു. അവസാനം സഞ്ചിന്ന് ഒരു ഗ്രീൻ ആപ്പിൾ എടുത്ത് രാജകുമാരിക്ക് കൊടുത്തു. അത് കഴിച്ചപ്പോ കൊമ്പ് താനെ അറ്റു വീണു പോയി. രാജകുമാരി ബെഡിൽ എണീറ്റ് ഓടി സഞ്ചിയിലെ എല്ലാ ആപ്പിളുകളും തിന്നു. അന്നേരം രാജകുമാരി പഴയതിനേക്കാൾ സുന്ദരിയായി മാറി. അവളുടെ സന്തോഷം കണ്ട് വാ പൊളിച്ചു നിന്ന പയ്യന് വെള്ളം കൊണ്ടുപോയി കൊടുത്തു. അന്നേരം അവൻ മാസ്കും മീശയും എടുത്തു കളഞ്ഞ് അവളുടെ മുന്നിൽ നിന്നു. അത് കണ്ട് രാജകുമാരി ബോധം കെട്ടു വീണു.